പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. ശ്ലോകങ്ങളിൽ പെട്ടതാണ് ഈ ശ്ലോകം. ആര് ആത്മസാക്ഷാത്കാരം നേടിയ ജ്ഞാനിയോ, ആര് ആത്മാവിലെ രമിച്ചിരിക്കുന്നുവോ, ആത്മാന്നുള്ള സ്ഥലത്തൊക്കെ ഭഗവാൻ എന്നെടുത്തോളുക. ഭഗവാൻ എന്ന് പറഞ്ഞാലും ആത്മാ എന്ന് പറഞ്ഞാലും ബ്രഹ്മം എന്ന് പറഞ്ഞാലും പേര് മാത്രമേ വ്യത്യാസമുള്ളൂ. ഭാഗവതം ആരംഭിക്കുമ്പോ വദന്തി തത്വവിദസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത്തെ എന്ന്. ബ്രഹ്മം എന്നും പരമാത്മാ എന്നും ഭഗവാൻ എന്നും ശബ്ദിക്കുന്നു എന്നാണ്. എന്നുവെച്ചാൽ ശബ്ദത്തിലാണ് വ്യത്യാസം. അതുകൊണ്ട് ആത്മാ എന്നുള്ള പദം കൊണ്ട് ഭക്തന്മാരെയൊക്കെ ഒതുക്കിയെന്ന് വിചാരിക്കേണ്ട. ഭക്തിയിൽ രമിക്കുന്നവനും ജ്ഞാനത്തിൽ രമിക്കുന്നവനും പുറമേക്ക് വ്യത്യാസമുള്ള പോലെ തോന്നിയാലും രണ്ടുപേർക്കും ഏർപ്പെടുന്ന അനുഭവം ഒരേ അനുഭവം തന്നെയാണ്. ജ്ഞാനികൾ ഏതൊന്നിനെ ബ്രഹ്മമെന്നും നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ വസ്തുവെന്നും പറയുന്നു. അതിനെ തന്നെ ഭക്തന്മാർ ഭഗവാൻ എന്ന് പറയുന്നു. അതിന് എന്തു പേര് പറഞ്ഞാലും വേണ്ടില്ല. ആ അനുഭവ ലഹരി, ആ ആനന്ദം, സ്വരൂപാനുഭവം ഏർപ്പെടുമ്പോ നൈവ തസ്യ കാര്യം ന വിദ്യത്തെ, അയാൾക്ക് ഇനി ചെയ്യേണ്ടതായിട്ട് ഒന്നും തന്നെ അവശേഷിക്കണില്ല. ചെയ്യൽ എന്നുള്ളതിന് തന്നെ മൂലം ചെയ്യുന്നവൻ ആണ്. ഞാൻ കർത്താവാണ് എന്നുള്ള വിചാരമുണ്ടെങ്കിൽ കർമ്മമൊക്കെ നടക്കും. കർത്തൃധീനമാണ് കർമ്മം. സകലതും ഭഗവത് സ്വരൂപമായിട്ടിരിക്കെ, സർവപ്രാണികളും ഭഗവത് സ്വരൂപമായിട്ടിരിക്കെ അവന് കർമ്മമൊക്കെ കൊഴിഞ്ഞു പോകും. സർവഭൂതേഷു യഃ പശ്യേത് ഭഗവത് ഭാവമാത്മനഃ ഭൂതാനി ഭഗവതി ആത്മനി ഏഷ ഭാഗവതോത്തമ. സർവഭൂതങ്ങളിലും ആര് ഭഗവാനെ കാണുന്നു, സകല ഭൂതങ്ങളെയും ആര് ഭഗവത് സ്വരൂപത്തിൽ കാണുന്നുവോ ഏഷ ഭാഗവതോത്തമ, അങ്ങനെയുള്ളവൻ ഭാഗവതോത്തമനാണ്. ഭാഗവതന്മാരിൽ തന്നെ ഉത്തമൻ. മറ്റൊരു ലക്ഷണം ഭാഗവതോത്തമന് ഭാഗവതം പറഞ്ഞു, ന കാമ്യ കർമ്മ ബീജാനാം യസ്യ ചേതസി സംഭവഃ വാസുദേവൈക നിലയഃ സവൈ ഭാഗവതോത്തമ. അതായത് കാമനയോടുകൂടെ കർമ്മം ചെയ്യുക എന്നുള്ളതിന്റെ ഒരു ചെറിയ ഒരു ട്രേസ് പോലും ആരുടെ ഉള്ളിലില്ലയോ, ന കാമ്യ കർമ്മ ബീജാനാം യസ്യ ചേതസി സംഭവഃ വാസുദേവൈക നിലയഃ സവൈ ഭാഗവതോത്തമ. കാമ്യകർമ്മത്തിനൊക്കെ തന്നെ ആധാരം ഞാൻ വേറെ മറ്റുള്ളവർ വേറെ എന്നുള്ള വിചാരത്തിൽ നിന്നുമാണ് കാമ്യകർമ്മം ഒക്കെ ഉണ്ടാവുന്നത്. എനിക്ക് സ്പെഷ്യലായിട്ട് കിട്ടണം, എന്റേത് വേറെ ആരെങ്കിലും കൊണ്ടുപോവാതിരിക്കണം. സകലതും വാസുദേവ സ്വരൂപമായിട്ടിരിക്കെ, വാസുദേവ സർവമിതി, സകലതും വാസുദേവ സ്വരൂപമായിട്ടിരിക്കെ കാമ്യകർമ്മം എങ്ങനെ ചെയ്യും? അയാൾക്ക് തന്റേത് എന്നുള്ളതുമില്ല, മറ്റുള്ളവരുടേത് എന്നുള്ളതുമില്ല. യസ്യ സ്വഹ പര ഇതി വിത്തേഷു ആത്മനിവാഭിതാം സർവഭൂത സമശാന്തഃ സവൈ ഭാഗവതോത്തമ. അത് നമ്മളുടെ പരിപൂർണ സ്ഥിതിയിൽ സർവപ്രാണികളും ഭഗവത് സ്വരൂപമായി പ്രകാശിക്കും. ഭഗവാൻ ഒരിടത്ത് മാത്രമല്ല, നമ്മളുടെ ഉള്ളിലും മാത്രമല്ല, സകല പ്രാണികളുടെ ഉള്ളിലും സർവത്ര തദീക്ഷണം. ഏകാന്തഭക്തി ഗോവിന്ദേ സർവത്ര തദീക്ഷണം. ആ സ്ഥിതിയിൽ കാര്യം ന വിദ്യത്തെ, അയാൾക്ക് കർമ്മം ഒന്നും തന്നെ ഇല്ല. കർമ്മം അയാളെ വിട്ട് പോകുന്നു. സകല കർമ്മങ്ങളും അയാളെ വിട്ടുപോകുന്നു. വിട്ടുപോകുന്നു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇനിമേലാൽ തന്റെ ആഗ്രഹപൂർത്തിക്കായിക്കൊണ്ട്
തന്റെ പ്രയോജനത്തിനായിക്കൊണ്ട് ഒരു കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല, അർജമില്ല, നിർബന്ധമില്ല. തനിക്ക് വേണ്ടി ഒരു പ്രവൃത്തി അയാൾക്ക് ചെയ്യാനില്ല, എന്നാലും പ്രവർത്തിക്കണു. അതാണ് ഭഗവാന്റെ സിദ്ധാന്തം. എന്നിട്ടും പ്രവർത്തിക്കുന്നു. എന്തിനു വേണ്ടി? ഇതിന് രാമകൃഷ്ണ പരമഹംസർ ഒരു ഉദാഹരണം പറയും. 3 യാത്രികന്മാരായിട്ട് ഒരു ഗ്രാമത്തിൽ നിന്നും പുറപ്പെട്ടു. ആ ഗ്രാമത്തിൽ ദുർഭിക്ഷ, ശാപ്പാട് കിട്ടാനില്ല, വെള്ളം കിട്ടാനില്ല, ജനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട്. അപ്പൊ ഇവരെവിടെയെങ്കിലുമൊക്കെ ഭക്ഷണം കിട്ടുമോ എന്ന് അന്വേഷിച്ച് 3 പേരും കൂടെ നടന്നു. നടന്ന് ആ ഗ്രാമത്തിന്റെ അഗ്രത്തിലെത്തിയപ്പോൾ വളരെ ഉയർന്ന ഒരു മതില്. ഇതുവരെ ആ മതിൽ ആരും കടന്നിട്ടില്ല. അപ്പൊ ഇതിൽ 3 പേരും കൂടെ തീരുമാനിച്ചു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊന്ന് കയറി നോക്കിയാലോ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വേണ്ടില്ല, അങ്ങപ്പുറത്ത് അപ്പുറത്ത് എന്താ ഉള്ളത് ഒന്ന് നോക്കാം. അതിൽ ഒരാള് കഷ്ടപ്പെട്ട് മതിലിന് മേലെ കയറി, വളരെ ബുദ്ധിമുട്ടി കയറി നോക്കി. ആളെ ചുവട്ടിലുള്ളവർ നോക്കിക്കൊണ്ടിരിക്കുന്നു. അയാൾ അപ്പുറത്തേക്ക് നോക്കി. അയാളുടെ മുഖം ആനന്ദം കൊണ്ട് വികസിച്ചു. എന്തോ ഒരു സന്തോഷം ഉണ്ടായി. ആഹാ എന്ന് പറഞ്ഞു. ഇവര് എന്താ അവിടെ കാണുന്നത് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് അപ്പുറത്തേക്ക് ചാടി. ബാക്കി 2 പേര് ഈ ചുവട്ടിലിരിക്കുന്നവര് അയാൾ അങ്ങോട്ട് എന്ത് കണ്ടു എന്നുള്ള എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ്. അത് പറയുന്നതിന് മുമ്പ് അപ്പുറത്തേക്ക് ചാടി. അപ്പൊ 2ാമത്തെ ആള് പറഞ്ഞു, ഞാൻ എങ്ങനെയെങ്കിലും കയറി തന്നെ അറിയിക്കാം എന്ന് പറഞ്ഞു. 2ാമത്തെ ആള് കഷ്ടപ്പെട്ട് അതേപോലെ തന്നെ മതില് പിടിച്ച് കയറി മുകളിലെത്തിയിട്ട് പറഞ്ഞു, അയ്യോ, നമ്മൾ വെറുതെ ഈ ലോകത്തിൽ കഷ്ടപ്പെടുകയാണ്. ഈ ഗ്രാമത്തില് ഇങ്ങോട്ട് നോക്കിയാൽ എത്ര സുഖമായ ഒരു ലോകം. ഇവിടെ എന്തൊക്കെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല, വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല, ധാരാളം ഫലങ്ങളുണ്ട്, വൃക്ഷങ്ങളുണ്ട്, എല്ലാ സമൃദ്ധിയുണ്ട്, കയറി വരൂ എന്ന് പറഞ്ഞ് അയാൾ ചാടി. അപ്പൊ 3ാമത്തെ ആള് തീരുമാനിച്ചു, ഞാനും കയറി കാണണം. ഇവര് പറയുന്നത് അത്ര സത്യമാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് ചാടില്ല, ഇങ്ങോട്ട് ചാടും. എന്നിട്ട് ഇവിടെ കഷ്ടപ്പെടുന്നവരോടൊക്കെ ഇത് പറയണം എന്ന് പൂർവസങ്കല്പം. അയാൾ തീരുമാനിച്ചു, ഇവരോടൊക്കെ പറഞ്ഞ് ഇവരെയും കൂട്ടിക്കൊണ്ടു പോകണം. ഇവരൊക്കെ വൃഥാ ഇവിടെ കഷ്ടപ്പെടുകയാണ്. അങ്ങനെ പൂർവസങ്കല്പം ചെയ്ത് ഇയാള് മതിലിന്റെ മേലെ കയറി കണ്ടു. അങ്ങോട്ടുള്ള ആ ആനന്ദലോകം കണ്ടു. കണ്ടിട്ട് അങ്ങോട്ട് ചാടുന്നതിന് പകരം ഇങ്ങോട്ട് ചാടി. അതാണ് ആചാര്യപുരുഷന്മാർ, അവതാര പുരുഷന്മാർ എന്നൊക്കെ പറയുന്നവർ. അതായത് ജ്ഞാനപ്രാപ്തിക്ക് ശേഷവും അവര് ലോകമംഗളത്തിനായിക്കൊണ്ട് പ്രവർത്തിക്കാനായി ആ സ്ഥിതിയിൽ നിന്നും ചുവട്ടിലേക്ക് വരുന്നു. ചിലര് ഏകാന്ത യോഗികൾ സ്വയം അവര് വിട്ടുപോകും. ഇവര് സ്വയം ലോകമംഗളത്തിനായിക്കൊണ്ട് ഇറങ്ങി വരുന്നു. അങ്ങനെ വരുന്നവരിൽ നിന്നുമാണ് നമുക്ക് ഇങ്ങനെ ഒരു മാർഗമുണ്ടെന്നും ഇങ്ങനെ ഒരു വിദ്യയുണ്ടെന്നും നമുക്ക് ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെന്നും ഇത് പ്രാപിക്കാമെന്നും ഒക്കെ ഒരു സൂചന കിട്ടുന്നത് അങ്ങനെ ഇറങ്ങി വരുന്നവരിൽ നിന്നാണ്. അവര് പറയും, അയ്യോ കഷ്ടപ്പെടുന്നുവല്ലോ, വരൂ. തായ്മാനവ സ്വാമികൾ അയ്യോ அப்படின்னே கத்தினார். இந்த ஐயோங்கிறதுக்கு நீங்க இப்படி கஷ்டப்படுறீங்களே, ஆனந்தம் இருக்கிறது எப்படி கஷ்டப்படுறீங்களே, ஐயோ அப்படின்னு கத்தினார் அவர். ஏக உருவாய் கிடக்குது ஐயோ, அகண்டாகார சிவபோகம் எனும் பேரின்ப வெள்ளம் பொங்கி ததும்பி பூரணமாய் ஏக உருவாய் கிடக்குது ஐயோ, இனி எடுத்த தேகம் விழும் முன் புஜிப்பதற்கு சேரவாரும் ஜகத்தீரே, കാകം ഉറവ് കലന്ത് ഉണ്ണക്കണ്ടീർ. ഒരു കാക്കയ്ക്ക് 4 വെച്ച് കിട്ടിയാല് കാക്ക നാട്ടിലുള്ള കാക്കകളൊക്കെ വിളിക്കണം, എനിക്കോ പരമാനന്ദം കിട്ടിയിരിക്കുന്നു, ഞാൻ എങ്ങനെ വിളിക്കാതിരിക്കും എന്നാണ് ചോദിക്കുന്നത്. എച്ചില് കിട്ടിയ കാക്ക നാട്ടിലുള്ള കാക്കകളെയൊക്കെ വിളിക്കുമ്പോ എനിക്കോ അഖണ്ഡാകാര ശിവഭോഗം. നമുക്കൊക്കെ ലൗകിക ഭോഗം, വിഷയഭോഗം എന്താണെന്നറിയാം. അദ്ദേഹം പറയുന്നു അഖണ്ഡാകാര ശിവഭോഗം. അഖണ്ഡാകാരമായി അനന്തമായിട്ടുള്ള വസ്തു, അഖണ്ഡാകാര ശിവഭോഗം എന്നും പേരിൻപ വെള്ളം. വെള്ളം എന്ന് വെച്ചാ ഫ്ലഡ്, സമുദ്രം.
പേരിൻപ വെള്ളം പൊങ്കിത്തതുമ്പി പൂരണമായി. ഓവർഫ്ലോയിങ്, അതാണ് പൊങ്കിത്തതുമ്പി പൂരണമായി. ഏക ഉരുവായി കിടക്കുത് അയ്യോ ഇനി എടുത്ത ദേഹം വീഴും മുൻ. ഈ ശരീരം വീഴുന്നതിന് മുമ്പ്, എന്നുവെച്ചാൽ മരിക്കുന്നതിന് മുമ്പ്, ഭുജിപ്പതർക്ക് ശേരവാറും ജഗത്തീരേ. ഒരു മനുഷ്യൻ, ഒരു സ്ത്രീ, ഒരു പുരുഷൻ, ഒരു ഗ്രാമത്തിലുള്ളവര്, ഒരു കാസ്റ്റിലുള്ളവര്, ഒരു റിലീജിയനിലുള്ളവര് എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ജഗത്തീരെ ശേരവാറും ജഗത്തീരെ കാകം ഉറവ് കലന്ത് ഉണ്ണക്കണ്ടീർ. അങ്ങനെ ആ അനുഭവിച്ച സ്ഥിതിയെ ജീവൻ മുക്തന്മാർ ആ സത്യം കണ്ട് വേദകാലം മുതൽ പ്രസിദ്ധമായ മന്ത്രം വേദാഹമേതം പുരുഷം മഹാന്തം ആദിത്യവർണം തമസഃ പരസ്താത്. വേദം എവിടുന്ന് പറഞ്ഞു? ഒരു ഋഷി പറയുന്നു, വേദാഹം ഏതം പുരുഷം മഹാന്തം. ഈ പരമപുരുഷനെ അഹം വേദ. ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്രാഹ ആയേ ധാമാനി ദിവ്യാനി തസ്തു. ഇവിടെയുള്ളവരും മറ്റു ലോകത്തിലുള്ളവരും ഒക്കെ കേൾക്കട്ടെ അമൃതാനന്ദത്തിന്റെ അരുമക്കിടാങ്ങളെ. ആ പരമപുരുഷനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, നിങ്ങൾക്കും അറിയാം, വരൂ 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 എന്നുള്ള വിളിയാണ്. ആ ആനന്ദത്തിന്റെ കൂവി വിളിയാണ്. അതെങ്ങനെ സാധിക്കുന്നു? യാതൊന്നും പ്രാപിക്കാനില്ലാത്തതായ ജ്ഞാനികൾ, അവർക്ക് ഒന്നും പ്രതീക്ഷയില്ല, ഒന്നും കിട്ടണം എന്നുള്ള ആഗ്രഹമില്ല. അഹൈതുക ദയാസിന്ധു ബന്ധുരാനമതാം സതാം. ഒരു സദ്ഗുരുവിന് ലക്ഷണം പറയുമ്പോ വിവേക ചൂടാമണിയിൽ ആചാര്യപാദർ പറഞ്ഞു, അഹൈതുക ദയാസിന്ധു ബന്ധുരാനമതാം സതാം. യാതൊരു ഹേതുവുമില്ലാതെ, ഒരു കാരണവുമില്ലാതെ ദയ പൊഴിക്ക, കാരുണ്യം പൊഴിക്ക. അഹൈതുക ദയാസിന്ധു. അല്ലെങ്കിൽ ഈ പരമാനന്ദ സ്ഥിതിയിലിരിക്കുന്ന ജ്ഞാനികൾ നമ്മൾക്കായിക്കൊണ്ട് എന്തിന് ഈ ഗ്രന്ഥങ്ങൾ രചിക്കലും ഈ മാർഗദർശനം ചെയ്യലും? അവർ ആ സ്ഥിതിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് തന്നെ വലിയൊരു ത്യാഗം. കരുണയാൽ ഇറങ്ങി വരുന്നു. ജ്ഞാന അനുഭവത്തിന് ശേഷം ശരീരം വഹിച്ചുകൊണ്ട് നിൽക്കുന്നത് തന്നെ വലിയൊരു ത്യാഗം. ശരീരത്തിനെ വഹിച്ചുകൊണ്ട്, ശരീരത്തിനെ വെച്ചുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കൽ തന്നെ വലിയ ത്യാഗം. അതിന് ഒരേ ഒരു കാരണം എന്താ? അവർ കണ്ടെത്തിയ ആ പരമസത്യം എല്ലാവരും അനുഭവിക്കണം എന്നുള്ള കൃപ. അതൊരു ചെറിയ അവിദ്യ എന്ന് വേണമെങ്കിലും പറയാം. എന്താന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ട്, അവരൊക്കെ അനുഭവിക്കണം തോന്നുന്നുണ്ടല്ലോ. എന്നാലും ആ അവിദ്യയോ മായയോ ബലം പിടിച്ചുകൊണ്ട് തന്നെ അവര് ഒരു കർമ്മവും ചെയ്യാനില്ലാത്തവർ, ഒരു കർമ്മവും അവരെ ബന്ധിക്കാനില്ല. കർമാതി കട്ടവീഴ ജന്മാതി നഷ്ടമേഴ് എന്മാർഗമത്തനിലും ഇൻമാർഗം മിക്കെളിത് சொல் மானத தனுவின் கர்மாதி சிறிதின்றி சும்மா அமர்ந்திருக்க அம்மா அகத்தில் ஆத்ம ஜோதியே இராது பீதியே இன்ப அம்போதியே ஐயே அதிசுலபம் ആത്മവിത്തൈ അയ്യേ അതിസുലഭം. കർമാതി കട്ട് അവിഴ, കർമ്മത്തിന്റെ ബന്ധങ്ങളൊക്കെ അവരെ വിട്ടുപോയി. ജന്മാതി നഷ്ടം എഴ, ഇനി ജനിക്കുക മരിക്കുക എന്നുള്ള ചക്രമൊക്കെ അവസാനിച്ചു. ഷൊൽ മാനസ തനുവിൻ, വാചികം മാനസികം ശാരീരികമായിട്ടുള്ള 3 കർമ്മങ്ങളും വിട്ടുപോയി. ചുമ്മാ അമർന്നിരിക്ക, സ്വരൂപത്തില് ചുമ്മാ ഇരിക്കുന്ന ആ സുഖത്തിനെ വിട്ട്, പിന്നെയും അവർ ചുമ്മാ തന്നെയാ ഇരിക്കുന്നത് ഹൃദയത്തിൽ. നമുക്ക് അവർ പ്രവർത്തിക്കുന്ന പോലെയും. ശങ്കരാചാര്യസ്വാമികൾ ഭഗവത്ഗീത ഭാഷ്യം എഴുതുമ്പോ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് പറഞ്ഞു, സ്വയമേവ പരമാത്മസ്വരൂപിയായ ഭഗവാൻ ദേവകീ വസുദേവന്മാരുടെ പുത്രനായി ജനിച്ചവൻ എന്ന പോലെ ലോകാനുഗ്രഹം കുറുവന് ഇവ ജാതഹ ഇവ ലോകാനുഗ്രഹം കുറുവന് ഇവ ലക്ഷ്യത്തെ എന്നാണ്. ദേവകീ വസുദേവർക്ക് പുത്രനായി ജനിച്ച പോലെയും
ലോകാനുഗ്രഹം ചെയ്യുന്ന പോലെയും പ്രവർത്തിക്കുന്ന പോലെയും അജ്ഞാനത്തിലിരിക്കുന്ന ഉദ്ധവരിക്കുന്ന പോലെ അജ്ഞാനികളുടെ ദർശനത്തിന് തോന്നും. അദ്ദേഹത്തിന്റെ ഭഗവാന്റെ ദർശനത്തിലോ അജോപിസൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോപിസൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമി ആത്മമായയാ. ഞാൻ ജനിക്കാത്തവനാണ് അർജുന എന്ന് ഭഗവാൻ പറഞ്ഞു. ഞാൻ ഒരിക്കലും ജനിച്ചിട്ടേ ഇല്ല, എനിക്ക് ജനനം മരണം ഒന്നുമില്ല. എന്നാലും ആത്മമായ കൊണ്ട് ജനിച്ചവനെ പോലെ എന്റെ പ്രകൃതിയുടെ വൈഭവം കൊണ്ട് തോന്നുന്നു എന്ന്. അത് കൃഷ്ണന്റെ കഥ മാത്രമല്ല, നമ്മളുടെ ഒക്കെ കഥയാണ്. നമ്മളുടെ ഒക്കെ കഥയാണ്. നമ്മളൊക്കെ തന്നെ ജനനമരണമില്ലാത്ത ആത്മതത്വമാണ്. അത് നമ്മളെ അറിയിക്കലാണ് ഭഗവാൻ ഈ ഗീതോപദേശം ചെയ്യുന്നതിന്റെ ഉദ്ദേശം തന്നെ അതാണ്. ഈ തത്വം അറിഞ്ഞിട്ട് പ്രവർത്തിക്കൂ എന്നാണ്. പ്രവൃത്തിയൊന്നും വിട്ട് എവിടെ ഓടിക്കളയണ്ട. ഭംഗിയായിട്ട് പ്രവർത്തിക്കുക, സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിക്കുക. യോഗവാസിഷ്ടം മുഴുവൻ ഉപദേശിച്ചിട്ട് വസിഷ്ഠൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, രാമ, ഈ തത്വം നല്ലവണ്ണം അരക്കിട്ട് ഉറപ്പിച്ചിട്ട് നാടകത്തിൽ എന്ന പോലെ ലോകത്തിൽ വ്യവഹരിക്കൂന്ന്. ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോ ആ പൊസിഷന്റെ സ്വഭാവമൊക്കെ കാണിച്ചുകൊണ്ട് വ്യവഹരിക്കൂ. ഗൃഹസ്ഥനാണെങ്കിൽ ഗൃഹസ്ഥനെ പോലെ എല്ലാരോടും അറ്റാച്ച്മെന്റ് ഉള്ള പോലെ, പ്രിയമുള്ള പോലെ, എന്റെ കുട്ടി, എന്റെ പുത്രൻ, എന്റെ പേരക്കുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യവഹരിക്കാം. ഒരു ഓഫീസർ, സുപ്പീരിയർ ഓഫീസറായിട്ട് ഇരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ ചീത്ത പറയുന്ന പോലെ, ഓർഡർ കൊടുക്കുന്ന പോലെ, ആജ്ഞ കൊടുക്കുന്ന പോലെയൊക്കെ പ്രവർത്തിക്കാം. പക്ഷെ അകമേക്ക് യാതൊരു ചലനം ഉണ്ടാവാൻ പാടില്ല. പുറമേക്ക് മയിൽപ്പീലി പോലെ ചഞ്ചലമായാലും അകമേക്ക് മേരുപർവ്വതം പോലെ സ്ഥിരതയോടുകൂടെ ഇരുന്നുകൊണ്ട് ലോകത്തിൽ പ്രവർത്തിക്കുന്ന ബഹി പിച്ചാഗ്രതരളാഹ അന്തർമേരുരിവ സ്ഥിതാഹ. ബഹി പിച്ചാഗ്രതരളാഹ അന്തർമേരുരിവ സ്ഥിതാഹ. ഉള്ളിൽ മേരുപർവ്വതം പോലെ ഉറച്ച ജ്ഞാനസ്ഥിതി, പുറമേക്കോ മയിൽപ്പീലി പോലെ ചഞ്ചലം. അങ്ങനെ ലോകത്തിൽ പ്രവർത്തിച്ചോളാം. അങ്ങനെ ലോകത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? ജ്ഞാനികൾ പ്രവർത്തിക്കുന്നതിന് പ്രാബല്യം ഉണ്ടാകും. ലൗകികമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് എന്തെങ്കിലും നമ്മളുടെ സമൂഹത്തിൽ നന്മയുണ്ടെങ്കിൽ, സംസ്കാരത്തിന്റെ ഒരു ഔന്നത്യം കാണുന്നുണ്ടെങ്കിൽ, അതൊക്കെ തന്നെ മുൻപ് ഏതോ ഒരു മഹാത്മാ ജ്ഞാനി തുടങ്ങിവിട്ട ഒരു ഒഴുക്കാണ്. നമ്മളുടെ പ്രത്യേകിച്ച് നമ്മളുടെ സനാതന ധർമ്മത്തില് സംഗീതം, നൃത്തം, എന്ത് കലകൾ വേണമെങ്കിലും എടുത്തോളൂ, വേദം, ഏത് ശാസ്ത്രങ്ങൾ ഏതെടുത്താലും എല്ലാത്തിലും മുൻപിലേക്ക് ഏതോ ഒരു ജ്ഞാനി തുടങ്ങിവിട്ടതുണ്ട്. അതായത് അവർ ആ സ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് അവരുടെ സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിച്ചു. നമുക്ക് തുറന്നുവിട്ട ഒരു മാർഗമാണത്. അപ്പോ സ്വതന്ത്രമായി അർജുന ഈ മാർഗത്തിൽ സഞ്ചരിക്കും. പക്ഷെ ഒരു കാര്യം, കർമ്മം ചെയ്യൂ കർമ്മം ചെയ്യൂ എന്ന് പറയുമ്പോൾ നമ്മള് പറ്റിക്കപ്പെട്ടു പോകരുത്. കർമ്മം ചെയ്യാൻ അല്ല ഇവിടെ ഉപദേശം, ജ്ഞാനത്തിലാണ് ഊന്ന്. പക്ഷെ ജ്ഞാനത്തിൽ ഊന്നിപ്പോകുമ്പോ അവരവരുടെ സ്വധർമ്മത്തിനെ ഉപേക്ഷിച്ചു പോകരുതല്ലോ, അതിന് ജാഗ്രതപ്പെടുത്തുന്നു. കർമ്മത്തിനെ വിട്ടുകളയരുത്. അല്ലാതെ കർമ്മം ചെയ്യൂന്ന് ലോകത്തിൽ ആരോടെങ്കിലും ഉപദേശിക്കണോ? ഇതെന്ത് വിഡ്ഢിത്തം! ഭഗവത്ഗീത കർമ്മം ചെയ്യാനാണോ പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ മഹാമഠയത്തരം. എന്താന്ന് വെച്ചാൽ കർമ്മം ചെയ്യാൻ ലോകത്തിൽ ആരോടും ആരും പറയേണ്ട ആവശ്യമേ ഇല്ല. ജനിച്ചത് മുതൽ ലോകം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അതാണ്. ഒരു മിനിറ്റ് ഇരിക്കാൻ സമയമില്ല. അങ്ങനെയാണെങ്കിൽ ഗീതയൊന്നും ഇപ്പൊ ഉപദേശമേ ആവശ്യമില്ല. എല്ലാവരുടെ ജീവിതത്തിലും ഗീതയാണ് ഉള്ളതിപ്പോ. സദാ പ്രവൃത്തി, 24 മണിക്കൂറും പ്രവൃത്തി നടക്കുന്നുണ്ട്. സോഷ്യൽ സർവീസ്, റിലീജിയസ് ഫീൽഡിലും അധ്യാത്മമണ്ഡലത്തിലും നടക്കുന്നുണ്ട്. കർമ്മമേ ചെയ്യാതെ മടിയന്മാരോട് ഭഗവത്ഗീത. കർമ്മത്തിൽ ഒരുപാട് ഒബ്സസ്ഡ് ആയാൽ ഭാഗവതത്തിൽ ഉദ്ധവർക്ക് ഉപദേശിച്ചു. അതേ കൃഷ്ണൻ തന്നെ ഉദ്ധവരോട് പറഞ്ഞു, ഉദ്ധവ, ഇനിമേലാൽ കർമ്മം ചെയ്യണമെന്ന് തോന്നിയാൽ പോലും ചെയ്യരുതെന്ന് പറഞ്ഞു. നാദ്രിയേത് കർമ്മചോദനം എന്നാണ്. കർമ്മം ചെയ്യണം എന്നൊരു അർജ് വന്നാൽ പോലും മിണ്ടാതിരിക്കാന്നാണ്. എന്താ ഒരേ ആള് രണ്ടുപേർക്ക് രണ്ടു ഉപദേശം? ഒരാള് ചെയ്യേണ്ട സ്വധർമ്മത്തിനെ വിട്ടിട്ട് ഞാൻ ചെയ്യില്ല എന്ന് പറയുമ്പോ അയാൾക്ക് ആയിട്ടില്ല, ചെയ്യൂ എന്നാണ്. ഉദ്ധവര് പഴുത്ത് നിൽക്കുന്ന പഴം. അതുകൊണ്ടാണ് ഉദ്ധവഗീത ഭാഗവതായ ഭാഷിതം എന്ന് പറഞ്ഞത്. ഭാഗവതനാണ്. അയാളെ കൊണ്ടുപോയി ഇനി കർമ്മക്കുഴിയിൽ കൊണ്ട് തളരുത്.
അതാണ് ഋഷഭയോഗീശ്വരനും പറഞ്ഞത്, നയോജയേത് കർമ്മസു കർമ്മമൂഢാൻ കംയോജയൻ മനുജോ അർത്ഥം ലഭേത നിപാതയൻ നഷ്ടദൃശം ഹി ഗർത്തെ. സ്വയം കണ്ണില്ലാത്തവനെ കൊണ്ടുപോയി കുഴിയിൽ കിണറ്റിൽ തള്ളിയിടുന്നതിന് തുല്യമാവും അജ്ഞാനിയായിട്ടുള്ള ഒരാളെ കർമ്മത്തിന്റെ പാതാളത്തിൽ കൊണ്ട് തള്ളണം. അപ്പൊ കർമ്മം ചെയ്യാൻ പറയുമ്പോ ഒരു അനുമതിയാണത്, അല്ലാതെ കർമ്മം ചെയ്യണം എന്നുള്ള ചോദനയല്ല. ജ്ഞാനത്തിലാണ് ഊന്ന്, ജ്ഞാനം നേടുക എന്നുള്ളതിലാണ് ഊന്ന്. ജ്ഞാനമില്ലാതെ കർമ്മം ചെയ്താൽ ആ കർമ്മമൊക്കെ തന്നെ ബന്ധിക്കും. നമ്മളുടെ സ്വരൂപത്തിലേക്കാണ് നമ്മളുടെ ശ്രദ്ധയെ തിരിച്ചുവിടലാണ് ഇവിടെ ലക്ഷ്യം മുഴുവനും. സ്വരൂപശ്രദ്ധ ഉണ്ടാവാനാണ് ലക്ഷ്യം മുഴുവനും. നല്ല കർമ്മം ചീത്ത കർമ്മം യാതൊന്നുമില്ല. യോഗാനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണെങ്കിലും ജ്ഞാനമില്ലെങ്കിൽ ബന്ധിക്കും. ജ്ഞാനം നമുക്ക് പ്രധാനമാണ്. കർമ്മം നിഷ്കാമ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ജ്ഞാനം ഉണ്ടാവാനുള്ള മാർഗം തുറന്നു കിട്ടും. ചിത്തശുദ്ധി ഉണ്ടായി ജ്ഞാനം ഉണ്ടാവാനുള്ള മാർഗം തുറന്നു കിട്ടും. ജ്ഞാനസ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് അയാൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ അത് ലോകമംഗളത്തിന് കാരണമായിട്ടും തീരും. 2 സ്റ്റേറ്റിൽ കർമ്മയോഗമുണ്ട്. ഒന്ന് സാധനാ കർമ്മയോഗം, ഒന്ന് സിദ്ധന്റെ കർമ്മയോഗം. സിദ്ധന്റെ കർമ്മയോഗം പെർഫെക്റ്റാണ്, പൂർണ്ണമാണ്. അയാൾക്ക് യാതൊന്നും നേടാനില്ല. ആ സ്ഥിതിയിൽ കർമ്മയോഗം. ആ സിദ്ധന്മാരായ ജ്ഞാനികൾ അവരും പലതരത്തിൽ കാണപ്പെടുന്നു. അവരവരുടെ പ്രകൃതിക്കനുസരിച്ച്, സ്വഭാവത്തിനനുസരിച്ച് ജ്ഞാനികളും വിവിധ തരത്തിലുണ്ടാവും. ആചാര്യപുരുഷന്മാരായിട്ടുള്ളവർ, നമുക്ക് ഉപദേശിക്കാനായി ഇറങ്ങി വരുന്നവർ ഒരു തരത്തിലുണ്ടാവും. ചിലര് സിദ്ധന്മാരായിട്ടുണ്ടാവും. അതൊക്കെ അവരവരുടെ സ്വഭാവത്തിനനുസരിച്ചാണ്. ഏതായാലും ഭഗവാന്റെ ഇവിടുത്തെ ഉപദേശം ജ്ഞാനത്തിനെ ഊന്നിപ്പിടിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക. സാധനയായിട്ട് കർമ്മം ചെയ്യുക. നമുക്ക് ഏത് കർമ്മം നമുക്ക് വീണ് കിട്ടിയിരിക്കുന്നുവോ അത് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത കർമ്മമായതുകൊണ്ട് എപ്പോഴും നോക്കിക്കൊള്ളാം. ഒരു കാര്യം പറഞ്ഞു വെക്കാം, ഉപേക്ഷിക്കുക എന്നൊരു കാര്യമുണ്ട്. ഉപേക്ഷിക്കുന്നതിന് എത്ര കണ്ട് പവറുണ്ടോ അത്രയും പവർ ഒരിക്കലും സ്വീകരിക്കുന്നതിനില്ല. ഉപേക്ഷിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് ഇമ്മൻസ്ലി പവർഫുൾ. കാപ്പി കുടിക്കുക എന്നൊരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്, പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നു, അതിലെന്ത് കാര്യമുണ്ട്? നാളെ മുതൽ ഐ ആം ഡിപ്പെൻഡിങ് ഓൺ കോഫി. രാവിലെ എണീറ്റ് കാപ്പി കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമം. അതിൽ ശക്തിയൊന്നുമില്ല. ഞാൻ കാപ്പി കുടിക്കുന്നത് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ പവറോ അല്ല കാപ്പി കുടിക്കുന്നതിൽ പവറോ? ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എനിക്കതില്ലെങ്കിലും ഞാൻ സ്വതന്ത്രനാണ്. അതുപോലെ എന്ത് കാര്യത്തിലും ഉപേക്ഷിക്കുന്നതിൽ എത്ര പവറുണ്ടോ അത്ര പവർ ചെയ്യുന്നതിലില്ല. അതേപോലെ കർമ്മം ഉപേക്ഷിച്ചിട്ട് ചെയ്യൂ എന്നാണ് കർമ്മയോഗം. അതായത് ഞാൻ കർത്താവാണ് ഭോക്താവാണെന്നുള്ളത് വിട്ടിട്ട് ചെയ്യുക. അതിലും ഏത് കർമ്മം നമുക്ക് ചെയ്യണം എന്ന് രുചിയില്ലയോ, ഏതൊന്നിൽ നമുക്ക് ആസക്തിയില്ലയോ, ഏത് നമുക്ക് ഉപേക്ഷിക്കാമോ അതിനെ ഉപേക്ഷിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതായത് എപ്പോഴും ഉപേക്ഷിക്കുന്നത് നല്ലതാണ്. പക്ഷേ നമുക്ക് സ്വധർമ്മമായിട്ടുള്ളതും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളതും ഭയം കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്താൽ എന്തെങ്കിലും കുഴപ്പം വരുമോ എന്നുള്ള പേടി കൊണ്ടോ എനിക്കതിന്റെ വാസന ഉള്ളിലുണ്ട് എന്നിട്ട് ഞാനത് ഉപേക്ഷിക്കുകയാണെങ്കിൽ അവിടെയാണ് ഭഗവാൻ പറയുന്നത്, അർജുന നീ ഉപേക്ഷിക്കരുത്. നമുക്കതിന്റെ വാസനയേ ഇല്ലെങ്കിൽ, ചെയ്യണം എന്നുള്ള യാതൊരു ആഗ്രഹവും ഇല്ലെങ്കിൽ അത് പോയി ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഉദാഹരണത്തിന് ഇപ്പൊ ഒരാൾക്ക് വിവാഹം കഴിക്കാനുള്ള വാസന അകത്തുണ്ട്. അയാളുടെ അടുത്ത് ആരോ പറഞ്ഞു നീ സന്യാസം എടുക്കണതാണ് നല്ലതെന്ന്. അയാളോട് പോയി നീ സന്യാസം എടുക്കൂ എന്ന് ഒരു ആചാര്യനും ഉപദേശിക്കില്ല. അയാൾ ഞാൻ സന്യാസം എടുക്കാൻ പോവാണ്, വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ആ ഗുരു എന്തു പറയും? നീ പോയി വിവാഹം കഴിച്ച് ജീവിക്കൂ എന്ന് പറയും. അതേസമയം വിവാഹം കഴിച്ച് ജീവിക്കാനുള്ള വാസനയേ ഇല്ലാത്തൊരു ബ്രഹ്മചാരി, യാതൊരു രുചിയും അതിലില്ലാത്തൊരു ബ്രഹ്മചാരി
അയാൾ വിവാഹം കഴിച്ച് ജീവിക്കണം എന്ന് യാതൊരു നിർബന്ധവും പുറമേക്കോ അകമേക്കോ ഇല്ലെങ്കിൽ അയാളോട് ഒരു ആചാര്യനും ഇപ്പൊ വിവാഹം കഴിക്കൂ ചെയ്യണം എന്ന് പറയൂല. എപ്പോഴും ഭഗവാനോ ശാസ്ത്രങ്ങളോ നമ്മൾക്ക് ജനറൽ ഉപദേശമല്ല തരുന്നത്, നമ്മളുടെ വാസനയ്ക്കാണ് ഉപദേശം, നമ്മളുടെ ഇന്നർ മെച്യൂരിറ്റിക്കാണ് ഉപദേശം. അപ്പോ ഓരോരുത്തരെയും അവരവരുടെ അവസ്ഥ അനുസരിച്ച് വേണം ഉപദേശിക്കാൻ. ഒരാൾ വളരെ പക്വമായ ഒരാളോട് പോയിട്ട് ഇങ്ങനെയൊന്നും ഇരുന്നാൽ നിനക്ക് ഭഗവാനെ പ്രാപിക്കാനേ പറ്റില്ല, പോയി കല്യാണം കഴിച്ച് കുടുംബത്തിൽ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ അത് മഹാകുഴപ്പമായിട്ട് തീരും അയാൾക്ക്. അതേസമയം ധാരാളം വിഷയവാസനകളോടുകൂടെ ഇരിക്കുന്ന ഒരാളെ പോയി പെട്ടെന്ന് അങ്ങോട്ട് കാഷായം കൊടുത്ത് ഉടുപ്പിച്ചാൽ അയാൾക്കും വലിയ കുഴപ്പമായിട്ട് തീരും. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ആളുകളെ അറിഞ്ഞുകൊണ്ട് വേണം അവർക്ക് ഉപദേശം കൊടുക്കാനായിട്ട്. പെട്ടെന്നൊന്നും ഒരാളെയും ഒരു സ്ഥിതിയിൽ നിന്നും ചലിപ്പിക്കരുത്. പെട്ടെന്നൊരു നമ്മളുടെ കാര്യത്തിൽ തന്നെ പെട്ടെന്നൊരു തീരുമാനമൊന്നും എടുക്കരുത്. നമ്മളെ തന്നെ നമ്മൾ നോക്കിക്കൊള്ളണം. കർമ്മം ഉപേക്ഷിക്കണമോ, കർമ്മം ചെയ്യണമോ, നമ്മൾ ഏത് തരത്തിലുള്ള കർമ്മം ചെയ്യണം. ജ്ഞാനികളും, അതായത് ഉപദേശിക്കുന്നവർക്കുള്ള ഇൻസ്ട്രക്ഷനാണ് അടുത്ത ശ്ലോകം. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരും ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യരുത് എന്ന് ജനറൽ ആയിട്ട് ഒന്നും പറയാനേ പാടില്ല. ജനറൽ ആയിട്ട് ഒരേ ഒരു കാര്യമേ പറയാൻ പാടുള്ളൂ. ഒന്നിൽ ഭഗവത് ഭക്തി ചെയ്യൂ, ശരണാഗതി ചെയ്യൂ, ആത്മവിചാരം ചെയ്യൂ, ജ്ഞാനത്തിനു വേണ്ടി ശ്രമിക്കൂ. ഇത് ജനറൽ. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ഈ ഗൃഹസ്ഥ ആശ്രമികളായിരിക്കരുത്, സന്യാസികളായിരിക്കണം, അല്ലെങ്കിൽ സന്യാസം പാടില്ല, ഗൃഹസ്ഥാശ്രമികളായിട്ടിരിക്കണം, നിങ്ങൾ എപ്പോഴും കർമ്മം ചെയ്യണം, അല്ലെങ്കിൽ കർമ്മമൊക്കെ ഉപേക്ഷിക്കണം, ഇങ്ങനെ ഡൂസ് ആൻഡ് ഡോൺസ്. ഇത് ജനറലായിട്ട് ആളുകൾക്ക് പറയാൻ പോയാൽ ബുദ്ധമതമൊക്കെ പറ്റിയത് അതാണ്. ബുദ്ധമതത്തിൽ ചേരണമെങ്കിൽ എല്ലാവരും സന്യാസികളാണെന്ന് വന്നതോടുകൂടെ ഭാരതം മുഴുവൻ സന്യാസികളെ കൊണ്ട് നിറഞ്ഞു. അതിലധികം പേരും പക്വമേ ഇല്ലാത്ത ആളുകൾ. അവരെന്ത് ചെയ്തു? ബുദ്ധമതത്തിനെയും ദൂഷിപ്പിച്ചു. ഒരുപാട് ഓവർ കൺവേർഷൻ നടത്തുമ്പോ ബെർണാഡ് ഷാ പറഞ്ഞു, ടു കൺവേർട്ട് സാവേജസ് ടു ക്രിസ്ത്യാനിറ്റി ഈസ് ടു കൺവേർട്ട് ക്രിസ്ത്യാനിറ്റി ടു സാവേജറി.